പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്താണ് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറഞ്ഞാൽ? ഒരു ദിവസമെങ്കിലും മർക്കസിൽ വന്നവർക്കറിയാം, ആയിരക്കണക്കിന് അതിഥികൾ ഓരോ ദിവസവും കയറി വരുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു സംഘം മർക്കസിലേക്ക് കയറി വരുന്നു. ഷെയ്ഖുനയെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു. ആ സമയത്ത് ഉസ്താദ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംഘത്തിലുള്ളവർ പറഞ്ഞു, അത് നമ്മുടെ കേരളക്കാരല്ല, അവരാരും കൂടെ കൂട്ടിക്കൊണ്ടുവന്നതുമല്ല, അവരൊരു സംഘമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ സംഘത്തിലുള്ളവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് അവർ പരിചയപ്പെടുത്തി. ആ സമയത്ത് അദ്ദേഹത്തെ, ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് എന്ന നിലക്ക് അദ്ദേഹത്തെ പരിഗണിച്ചു, 2 വാക്ക് സംസാരിക്കാനുള്ള അവസരവും കൊടുത്തു. പിന്നെയാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ആരാണ്, തബ്ലീഗ് ജമാഅത്തിന്റെ ആശയമുള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു മടിയുണ്ടായിട്ടില്ല. നമ്മളിവിടെ വന്ന് പ്രസംഗിപ്പിച്ച ആളാണ്, നമ്മളടുത്ത് ഇരുത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പോയില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ആളാണെങ്കിൽ ആ ആശയവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് തെറ്റാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയമാണ് നമ്മുടേത് എന്ന് വ്യക്തമായി പറഞ്ഞ് ഉറുദുവിൽ മർക്കസു സഖാഫത്തി സുന്നിയുടെ ഔദ്യോഗികമായ വിശദീകരണ കുറിപ്പ് അദ്ദേഹത്തിന് കൊടുത്തയച്ചു. അതുപോലെ തന്നെ ഉറുദുക്കാരായ മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അങ്ങനെ ഒരു കത്ത് അന്ന് തന്നെ മർക്കസു സഖാഫത്തി സുന്നിയ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ് കാര്യം അല്ലേ? അള്ളാഹുവിന്റെ ഖദർ സംഭവിക്കൂലേ? അള്ളാഹുവിന്റെ ഖദർ ഖദാ അനുസരിച്ചല്ലേ നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആശയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ഒരു കാര്യം, ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം കൃത്യമായി പറഞ്ഞ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു ആശയവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ആദർശപരമായി ഞങ്ങൾ അവരെ ഗണ്ണിക്കുകയും അത് തെറ്റായ ആശയവുമാണ് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി മർക്കസു സഖാഫത്തി സുന്നിയ ഉറുദുവിൽ വിശദീകരണ കുറിപ്പിറക്കി ഔദ്യോഗികമായി ഇറക്കിയിട്ടുണ്ട് അല്ലേ? അത് പിന്നെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്ന് പറയാൻ നാണമില്ലല്ലോ മൗലവി. അള്ളാഹുവിന്റെ ഖദാ അനുസരിച്ച് നടക്കൂലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ നാട്ടുകാർ മുഴുവനും മുസ്ലിമായി, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഹാഫിളീങ്ങളായ കുറച്ച് ആളുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വന്നു. അവർ പറയുന്നത് വിശ്വസിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 10ഓളം സ്വഹാബത്തിനെ, പ്രഗത്ഭരായ സ്വഹാബത്തിനെ പറഞ്ഞയച്ചു കൊടുത്തു. വാസ്തവത്തിൽ അവർ വഞ്ചകരായിരുന്നു. ആ 10 സ്വഹാബികളെയും അവർ പിന്നീട് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു അല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ പറഞ്ഞയച്ചു. അള്ളാഹുവിന്റെ ഖദർ ഖദാഇൽ അങ്ങനെയുണ്ട്, അത് സംഭവിച്ചു അല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധം ഒളിപ്പിച്ചു വന്ന, മക്കയിൽ നിന്നും വന്ന ആളെ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചില്ലേ, എന്നെ കാണാൻ വന്നതാണെങ്കിൽ എന്തിനാണ് ആയുധം? നിങ്ങൾ മക്കയിൽ വെച്ചുകൊണ്ട് കാബയുടെ ചാരത്ത് വേറെ ആരുമില്ലാതെ സംസാരിച്ചില്ലേ? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഈ സ്വഹാബത്തിനെ പറഞ്ഞയക്കുന്നത്. അള്ളാഹുവിന്റെ ഖദാഇൽ അങ്ങനെ സംഭവിക്കാനുണ്ട്, അത് സംഭവിച്ചു. അതിൽ മുസ്ലിമീങ്ങൾക്കാർക്കെങ്കിലും തർക്കമുണ്ടാവോ? ഇല്ല. അതുപോലെ മർക്കസിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അത് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ വളരെ വ്യക്തമായി ആ വന്നവർക്കും മറ്റു ഉറുദുക്കാരായ ആളുകൾക്കും ഇദ്ദേഹം മർക്കസിൽ വന്ന് പ്രസംഗിച്ച ആളാണ് എന്ന നിലക്ക് തെറ്റിദ്ധരിക്കണ്ട എന്ന നിലക്ക് നമ്മുടെ ആശയം വ്യക്തമാക്കി മർക്കസിൽ നിന്ന് വിശദീകരണക്കുറിപ്പ് ഉറുദു ഭാഷയിൽ വന്നിട്ടുണ്ട്. അതും പൊക്കിപ്പിടിച്ച് നടക്കാൻ മാത്രം ആശയദാരിദ്ര്യമാണല്ലോ നൗഷാദ് മൗലവി താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? വേറൊന്നും പറയാനില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? വേറെ ഒന്നും പറയാനില്ല. എന്തെല്ലാം കൊണ്ടുവന്ന് നോക്കി. SYSന്റെ സമ്മേളനം പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചു നോക്കി. ഞങ്ങളുടെ വിശദീകരണം വന്നതോടുകൂടി വായടഞ്ഞു. ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെയുള്ള ബുദ്ധിയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ ഈ പൊട്ടീസുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.